ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ KCS ആക്ട് ചാപ്റ്റർ 2 ആണ് കേട്ടോ. ചാപ്റ്റർ 2 നമുക്കറിയാം, നമ്മുടെ ആക്ടില് ടോട്ടല് 16 ചാപ്റ്ററുകൾ ഉണ്ട് അല്ലെ. 16 ചാപ്റ്ററുകൾ പഠിക്കണം. 16 ചാപ്റ്ററുകളായിട്ട് 110 സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 ആണ് കേട്ടോ. എന്താണ്? രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ സെക്ഷൻ 3 മുതൽ 15 വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സെക്ഷൻ 3 മുതൽ 15 വരെ, സെക്ഷൻ 3 to 15 വരെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പം അതായത് നമ്മൾ ഇതിനെ ഒരു കഥയായിട്ട് പഠിക്കാം. കാരണം ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്നും അറിയത്തില്ല, രജിസ്റ്റർ ചെയ്യണം, സംഘം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പൊ സാധാരണ ഒരു സഹകരണ സംഘം എന്ന് പറയുമ്പോൾ അത് സഹകരണ നിയമപ്രകാരമൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ നമ്മള് ഈ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലെ സമസ്യകളാണ്. കാരണം ആരുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇപ്പം ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് സെക്ഷൻ 3 മുതൽ 15 വരെ. അപ്പൊ നമ്മൾ ഇതിനെ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത്, സഹകരണ നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് നമ്മള് ഒരു പ്രത്യേക രീതിയിൽ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ 110 സെക്ഷനും 201 റൂളുകളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആകപ്പാടെ കൺഫ്യൂഷൻ ആവും അല്ലെ. നമുക്ക് തന്നെ ആദ്യം തന്നെ ഒരു മടുപ്പ് തോന്നും. ഈ ഒത്ര 110 സെക്ഷനും 201 റൂളൊക്കെ പഠിക്കണമല്ലോ എന്ന് ഓർത്തൊരു മടുപ്പ് തോന്നും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇതിനെ ഒരു കഥയായിട്ട് പഠിക്കുക. അപ്പൊ ഞാനും നിങ്ങളും എല്ലാവരും കൂടെ സംഘം രജിസ്റ്റർ ചെയ്യാൻ മുമ്പോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ ഉത്തരങ്ങളാണ് ഈ സെക്ഷൻ 3 മുതൽ 15 വരെ രജിസ്ട്രേഷനിൽ വരുന്നത്. കാരണം നമ്മുടെ മുൻപിലെ ഒന്നാമത്തെ സമസ്യ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ആരാണ് നമുക്ക് ഈ സംഘം രജിസ്റ്റർ ചെയ്ത് തരുന്നത്, അല്ലെങ്കിൽ ആരുടെ മുൻപാകെയാണ് ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ സമസ്യ, ഇത് ആരുടെ മുൻപിൽ രജിസ്റ്റർ ചെയ്യും? അറിയണ്ടേ ആരുടെ മുൻപാകെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? രജിസ്ട്രാറിന്റെ മുൻപാകെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലെ. രജിസ്ട്രാറിന്റെ മുൻപാകെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ ആദ്യം പഠിക്കാൻ പോകുന്ന സെക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സില് സെക്ഷൻ 3 കേട്ടോ. വകുപ്പ് 3 രജിസ്ട്രാർ എന്നാണ്. വകുപ്പ് 3 രജിസ്ട്രാർ ആണ്. അപ്പം രജിസ്ട്രാർ ആണ് നമ്മുടെ സഹകരണ സംഘത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയാം അല്ലെ. അദ്ദേഹത്തിന് മുൻപാകെയാണ് നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കുന്നത്. അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് അല്ലെ. ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് രജിസ്ട്രാർ ആണ്. ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് നമ്മുടെ സുഹൃത്തായിരിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ ഗൈഡാകും, ഒരു ഫിലോസഫറാണ്. ഫ്രണ്ട് ഫിലോസഫർ ഗൈഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക, ആരാണ്? അത് രജിസ്ട്രാർ ആണ് കേട്ടോ. ആരാണ് മക്കളെ? അത് രജിസ്ട്രാർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. രജിസ്ട്രാർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്കിനി നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം, സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആണ്. ഇവിടെ 2 സബ് സെക്ഷനുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ 2 ഉപവകുപ്പുകൾ പറയുന്നുണ്ട്. വകുപ്പ് 3 പ്രകാരം രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നു. അതില് 2 ഉപവകുപ്പുകൾ പറയുന്നുണ്ട്. ആദ്യത്തെ സബ്സെക്ഷൻ നോക്കാം. പറയുന്നുണ്ട്, ദ ഗവൺമെന്റ് മേ appoint an officer of the state government to be the registrar of cooperative society for the state. ഇതൊന്നും മനസ്സിലാക്കണം. അപ്പൊ ഈ രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. സംശയമൊന്നുമില്ല. ഒരു രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ആണ്. പറയുകയാണ്, ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിലെ ഒരു ഓഫീസറിനെ അല്ലെ, അങ്ങനെയല്ലേ പറയുക? സംസ്ഥാന ഗവൺമെന്റിലെ ഒരു ഓഫീസറെ, അല്ലെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഓഫീസറെ സംസ്ഥാനത്തിന്റെ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ഓർത്ത് വെച്ചേക്കുക, ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ് മക്കളെ? ഗവൺമെന്റ്
അപ്പോയിന്റ് ആൻ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഒരു ഓഫീസറെ, സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഒരു ഓഫീസറെ സംസ്ഥാനത്തിന്റെ എന്താണ്, സംസ്ഥാനത്തിന്റെ രജിസ്ട്രാറായിട്ട്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ സ്റ്റേറ്റ്. കാരണം ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന രജിസ്ട്രാറിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് സംസ്ഥാനം ഫുള്ളായിരിക്കും. ഓർത്തു വെക്കുക, സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തന പരിധിയുള്ള മറ്റൊരു രീതി പറയാം, നമ്മുടെ മെയിൻ രജിസ്ട്രാർ ആണ്. ആരാണ് മക്കളെ? നമ്മുടെ മെയിൻ രജിസ്ട്രാർ ആണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന നമ്മുടെ മെയിൻ രജിസ്ട്രാർ, ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന മെയിൻ രജിസ്ട്രാറിനെയാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ഓർത്തു വെച്ചേക്ക്. ഇപ്പം അമെന്റ്മെന്റിന് മുൻപ് ഞാനൊക്കെ അമെന്റ്മെന്റിന് മുമ്പ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് IAS ഓഫീസർ ആയിട്ടുള്ള രജിസ്ട്രാർ എന്നായിരുന്നു. കാരണം BL മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉണ്ട്, രജിസ്ട്രാർ ഒരു IAS ഓഫീസർ ആയിരിക്കണം. പക്ഷെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് പ്രകാരം ആ IAS ഓഫീസർ എന്നുള്ളതിനെ എടുത്ത് കളഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് എനി ഓഫീസർ കേട്ടോ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു ജീവനക്കാരനെ ഗവൺമെന്റിന് സംസ്ഥാനത്തിന്റെ രജിസ്ട്രാർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇപ്പൊ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത് മെയിൻ രജിസ്ട്രാർ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിധി സംസ്ഥാനം ഫുൾ ആയിരിക്കും അല്ലെ? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റിലെ ഏതെങ്കിലും ഒരു ഓഫീസർ എന്നാണ് പറയുക. ഇനി അവിടെ സബ്സെക്ഷൻ 2 പറയാണ്, ദ ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ, ഗവൺമെന്റ് ഒരു പൊതു ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവിലൂടെയോ കൺഫർ ഓൺ എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിലെ, സംസ്ഥാന സർക്കാരിലെ ഏതൊരു ഓഫീസറിന് വേണമെങ്കിലും ഗവൺമെന്റിന് ഒരു പൊതു ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവിലൂടെയോ രജിസ്ട്രാറിന്റെ അധികാരങ്ങൾ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കൈമാറി കൊടുക്കാമെന്നാണ് പറയുക. ക്ലിയർ ആക്കണേ. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞു നമുക്കൊരു മെയിൻ രജിസ്ട്രാർ ഉണ്ട് അല്ലെ? ഒരു മെയിൻ രജിസ്ട്രാർ ഉണ്ട്, ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന രജിസ്ട്രാർ. അദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ സഹകരണ സംഘങ്ങളെ നോക്കി നടത്താനും അതിന്റെ പ്രശ്നങ്ങൾ തീർക്കാനും അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനും പറ്റില്ല അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രയോ സംഘങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഈവൻ നമ്മളൊരു ടൗണിൽ പോയി നോക്കിയാൽ തന്നെ എത്രത്തോളം സംഘങ്ങളാണ്. പി കാർഡ് കാണാം, എന്താണ് മാർക്കറ്റിംഗ് സൊസൈറ്റി കാണാം, അല്ലെങ്കിൽ നമുക്ക് കാണാം ഫാമിംഗ് സൊസൈറ്റി കാണാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു താലൂക്കിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്, ഒരു താലൂക്കിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മുടെ മെയിൻ രജിസ്ട്രാർ വരേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ARനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അസിസ്റ്റന്റ് രജിസ്ട്രാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു താലൂക്ക് തല കാര്യങ്ങൾ നോക്കാൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ട്. ഇനിയും ഒരു ജില്ലാതല കാര്യങ്ങൾ നോക്കാൻ, ഡിസ്ട്രിക്റ്റുകളുടെ ഒരു ജില്ലാതല കാര്യങ്ങൾ നോക്കാനായിട്ട്, അതായത് സഹകരണ സംഘത്തിന്റെ ജില്ലാപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ അവിടെ ജോയിന്റ് രജിസ്ട്രാർ ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ മെയിൻ രജിസ്ട്രാർ ഒഴികെ വരുന്ന ബാക്കി എല്ലാ രജിസ്ട്രാർമാരെയും സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമാണ് ഗവൺമെന്റ് എങ്ങനെയാണ് ഒരു പൊതു ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേക ഉത്തരവിലൂടെയോ രജിസ്ട്രാറിന്റെ പൂർണ്ണ അധികാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ അധികാരങ്ങളോ എന്ത് ചെയ്യാറുണ്ട്? സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം സംസ്ഥാന സർക്കാരിലെ ഒരു ഓഫീസർക്ക് കൈമാറി കൊടുക്കാറുണ്ട്. ഇപ്പൊ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത് മെയിൻ രജിസ്ട്രാർ, സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം പറയുന്നത് ഫങ്ഷണൽ രജിസ്ട്രാർ എന്ന് ഓർത്താ പോലെ, അങ്ങനെ പഠിച്ചാൽ പോലെ. ആ ഫങ്ഷണൽ രജിസ്ട്രാർ, അതായത് രജിസ്ട്രാറിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി. ഫോർ എക്സാമ്പിൾ താലൂക്കിൽ AR ഉണ്ട്, ജില്ലയിൽ JR ഉണ്ട്, ഇനിയിപ്പോ അഡീഷണൽ രജിസ്ട്രാർ വരുന്നുണ്ട്, ഡെപ്യൂട്ടി രജിസ്ട്രാർ വരുന്നുണ്ട്. ഇപ്പൊ ഇവരെല്ലാം നമ്മുടെ മെയിൻ രജിസ്ട്രാർ ഒഴികെയുള്ള ബാക്കി എല്ലാ രജിസ്ട്രാർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് അധികാരങ്ങൾ കൈമാറി കൊടുക്കുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരമായിരിക്കും. രണ്ടും, അതായത് സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരാണെന്ന് ഓർത്ത് വെച്ചേക്കുക. സംസ്ഥാന സർക്കാരിലെ ഒരു ഓഫീസറിനെ എന്ത് ചെയ്യും? സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ രജിസ്ട്രാർ ആയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിലെ ഏതെങ്കിലും ഒരു ഓഫീസറിന് രജിസ്ട്രാറിന്റെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഉള്ള അധികാരങ്ങൾ കൈമാറി കൊടുക്കാം. ഒരു പൊതു ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവിലൂടെ മാത്രമേ കൈമാറി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇതാണ് രജിസ്ട്രാർ. ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറില്ലേ? അതൊക്കെ രജിസ്ട്രാർ ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് സെക്ഷൻ 4 പറയുന്നു സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് അല്ലെ? സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് എന്നാ പറയുക. ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത്
ഒരു സംഘത്തിന്റെ ഒബ്ജക്റ്റ് എന്തായിരിക്കണം അല്ലെ? സംഘത്തിന്റെ ഒബ്ജക്റ്റ്, അതായത് സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റർ, അതായത് രജിസ്റ്റർ ചെയ്യാവുന്ന സംഘങ്ങൾ, രജിസ്റ്റർ ചെയ്യാവുന്ന സംഘങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ കുറെ ആൾക്കാർ എല്ലാവരും കൂടെ ഇങ്ങനെ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിപ്പുണ്ട് അല്ലേ? ഇതെല്ലാം നമ്മളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് ആദ്യം മനസ്സിലായി രജിസ്ട്രാറിന് മുൻപാകെയാണ് സംഘം രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് സെക്ഷൻ 3 പഠിച്ചപ്പോൾ മനസ്സിലായി. രജിസ്ട്രാറിനെ കുറിച്ചും ഞാനും നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 4ലാണ് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സംഘം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്? ചുമ്മാ രസത്തിനാണോ? ഞാനും നിങ്ങളും കൂടെ സംഘം രജിസ്റ്റർ ചെയ്യാൻ പോകും. എന്തിനാണ് നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യുന്നത്? പറയുന്നുണ്ട്, സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് ആസ് ഇറ്റ്സ് ഒബ്ജക്ട് ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് or of the interest of the public in accordance with the cooperative principles, or a society established with the object of facilitating the operation of such a society may be registered under this act. ഇവിടെ പറയുന്നുണ്ട് സഹകരണ തത്വങ്ങൾ പ്രകാരം നമ്മൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അനുസരിക്കണം കേട്ടോ. സഹകരണ തത്വങ്ങൾ പ്രകാരം അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യമോ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് അല്ലെ, അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യമോ പൊതുജനങ്ങളുടെ താല്പര്യമോ വർദ്ധിക്കുക എന്ന ഉദ്ദേശമുള്ള ഒരു സംഘത്തെയോ അല്ലെ, ആ ഒരു സംഘത്തെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ സാമ്പത്തിക അല്ലെ, നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. അത്രയും ഓർത്താൻ മാത്രം മതി. ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക. എന്നെ പോലെ നിങ്ങളെ പോലെ ഉള്ളവരെല്ലാവരും കൂടെ ചേർന്ന് എന്തിനാ സംഘം രൂപീകരിക്കാൻ പോകുന്നേ? നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ അല്ലെ, അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ഡൗട്ട് തോന്നാം, എന്താണ് സാമ്പത്തിക താല്പര്യം? തോന്നുന്നില്ല. എന്താണ് സാമ്പത്തിക താല്പര്യം? സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് സംഘം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഒന്നാമത്തെ ചോദ്യം, എന്താണ് സാമ്പത്തിക താല്പര്യം? ഇത്രേ ഉള്ളൂ. എടാ, കയ്യിൽ ഒരുപാട് കാശുള്ളവന്റെ സാമ്പത്തിക താല്പര്യം ആ കാശ് നിക്ഷേപിച്ച് അതിന്റെ പലിശ മേടിക്കുക അല്ലെ. ഇപ്പൊ ഒരു സംഘത്തിലെ എല്ലാവരുടെയും കയ്യിൽ കാശ് ഉണ്ടായിരിക്കണമെന്നില്ല അല്ലെ. ചിലർക്ക് ഒരുപാട് കാശ് കാണും, ചിലർക്ക് ക്യാഷ് ഇല്ലാത്തവര് കാണും. അപ്പൊ ക്യാഷ് ഉള്ളവന്, പണം കയ്യിലുള്ളവന് അത് നിക്ഷേപിച്ച് അതിന്റെ പലിശ മേടിക്കാനും, കാശ് കയ്യിലില്ലാത്തവന്, പണം ആവശ്യമായിട്ടുള്ളവന് അത് ലോൺ എടുക്കാനും വേണ്ടിയാണ്. ഇതാണ് സാമ്പത്തിക താല്പര്യം. ഓരോരുത്തരുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്റെ സാമ്പത്തിക താല്പര്യം, എനിക്ക് പൈസ ഇല്ല, അങ്ങനെയെങ്കിൽ എനിക്ക് ലോൺ എടുക്കണം. ഇനി വേറൊരാളുടെ സാമ്പത്തിക താല്പര്യം, അവന്റെ ഇഷ്ടം പോലെ കാശുണ്ട്, പണം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്, അത് നിക്ഷേപിച്ച് അതിന്റെ പലിശ മേടിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഇപ്പൊ ഓരോരുത്തരുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഓരോരുത്തരുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അല്ലെ, സാമ്പത്തിക താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് സംഘം രൂപീകരിക്കുക. ഓക്കെ, എന്ന് വെച്ച് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സംഘത്തിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സഹകരണ തത്വങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കണം കേട്ടോ. സഹകരണ തത്വങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്യണം. സഹകരണ തത്വങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ പാലിക്കുകയും വേണം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സഹകരണ തത്വങ്ങൾ പ്രകാരം അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യവും നമ്മളെപ്പോലുള്ള അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യമോ അല്ലെ പൊതുജനങ്ങൾക്കും താല്പര്യമുണ്ടോ എന്നെങ്കിൽ നമ്മുടെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യം പ്രധാനപ്പെട്ട നമ്മുടെ താല്പര്യമാണ്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് നമ്മൾ സേവനം കൊടുക്കണം അല്ലെ. പറയുന്നുണ്ട്, ആ പൊതുജനങ്ങളുടെ താല്പര്യമോ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശമുള്ള ഒരു സംഘത്തെയോ അഥവാ അങ്ങനെയുള്ള സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലെ, എങ്ങനെയാണ് മലയാളത്തിൽ പറയുക? ഒന്നെങ്കിൽ സംഘത്തെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെ അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുന്ന സംഘത്തെയോ പറയുന്നുണ്ട്, സ്ഥാപിതമാകുന്ന ഒരു സംഘത്തെയോ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സഹകരണ തത്വങ്ങൾ പാലിക്കണം, അംഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനമായിരിക്കണം ലക്ഷ്യം. ഇതൊക്കെയുള്ള സംഘങ്ങളെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഘങ്ങളെ അവിടെ രജിസ്റ്റർ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അവിടെ പറയുന്നുണ്ട്, എന്നാൽ പ്രൊവൈഡഡ് ദാറ്റ്, എന്നിരുന്നാലും ഒരു പ്രയോഗമാണ് പ്രൊവൈഡഡ് ദാറ്റ് അല്ലെ. പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും
മനസ്സിലാക്കുക. ഇനിയും വരുന്നുണ്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ്, വേറെ സെക്ഷൻ പഠിപ്പിക്കുമ്പോൾ അവിടെ ചില പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് തന്നെ പറഞ്ഞാലും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് പ്രയോഗങ്ങളൊക്കെ വെച്ച് ഒരു എന്താ പറയുക, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാം. ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയുള്ള സംഘമാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് സഹകരണ തത്വങ്ങൾ പ്രകാരം എന്ത് ചെയ്യുകയാണ്, അവരുടെ അംഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനം, അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ താല്പര്യം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന സംഘങ്ങളെ വേണം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെയുള്ള സംഘങ്ങളെ രജിസ്റ്റർ ചെയ്യാവുള്ളൂ. ഇനി താഴെ അവർ പ്രൊവിഷൻ പറയുന്ന ഒരു വ്യവസ്ഥ പറയാം, പ്രൊവൈഡഡ് ദാറ്റ് നോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ലി ടു ബി എക്കണോമിക്കലി അൺസൗണ്ട് ഓർ ദ രജിസ്ട്രേഷൻ ഓഫ് വിച്ച് ഹാവ് ആൻ അഡ്വേഴ്സ് എഫക്ട് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇവർ പറയാണ്, എന്നാൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എതിരായതോ സാമ്പത്തികമായി അസ്ഥിരമായതോ ആയ ഒരു സംഘവും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഫണ്ടൊന്നും ഇല്ലാത്ത സംഘം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, സാമ്പത്തികമില്ലാത്ത സംഘം രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഒരു സംഘം ഇപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ സംഘത്തിന്റെ പ്രവർത്തനം മൂലം നമ്മുടെ സഹകരണ മേഖലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെ, എങ്ങനെയാ പറയുക, സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എതിരായതോ, ഇപ്പൊ നമ്മളൊരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ആ സംഘം സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എതിരാണെങ്കിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഓർത്തു വെച്ചേക്കുക. സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എതിരായതോ സാമ്പത്തികമായി അസ്ഥിരമായതോ ആയ ഒരു സംഘം എന്താ പറയുക, നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യങ്ങള്, സഹകരണ തത്വങ്ങൾ അനുസരിച്ച് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സംഘത്തെ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് സംഘത്തിന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ അല്ലേ കാര്യങ്ങള്? ഈ ക്ലാസ്സോട് കൂടി ഞാൻ ഓരോ സെക്ഷനും പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക, വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതാണ് ഞാൻ ഇങ്ങനെ സമയമെടുത്ത് പറഞ്ഞ് നിങ്ങളത് ഉൾപ്പെടുത്തുന്നത്. ചുമ്മാ വേണമെങ്കിൽ വായിച്ചു വിടുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കും. ഇനി അടുത്തതാണ് നമുക്ക് മനസ്സിലായി നമ്മൾ ആരുടെ മുൻപാകെ രജിസ്റ്റർ ചെയ്യും, രജിസ്ട്രാറിന് മുൻപാകെ രജിസ്റ്റർ ചെയ്യും. സെക്ഷൻ 3 പറയുന്നു. സെക്ഷൻ 4 പ്രകാരം നമ്മുടെ സംഘത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു, അല്ലെ? എന്താണ് സഹകരണ തത്വങ്ങൾ പാലിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ അംഗങ്ങളായിട്ടുള്ള നമ്മുടെയൊക്കെ ഉന്നമനം, പൊതുജനങ്ങളുടെയൊക്കെ ആ ഉന്നമനം, അല്ലെ, അവരുടെയൊക്കെ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. ആ രീതിയിൽ വേണം സംഘം രൂപീകരിക്കാൻ. ഇനി അടുത്തത് പറയാണ്, രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. ക്ലിപ്ത ബാധ്യതയോട് കൂടി മാത്രമേ സംഘം രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓർത്ത് വെച്ചേക്കുക. ക്ലിപ്ത ബാധ്യതയോട് കൂടി മാത്രമേ സംഘം രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓർത്ത് വെച്ചേക്കുക. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി, ക്ലിപ്ത ബാധ്യത. അപ്പം നമുക്ക് മനസ്സിലാക്കാം, എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ക്ലിപ്ത ബാധ്യതയോട് കൂടി മാത്രമേ സംഘം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്താണ് ക്ലിപ്ത ബാധ്യത? അതായത് ഒരു വ്യക്തി സംഘത്തിൽ നിന്ന് എത്രത്തോളം ഷെയർ ആണോ, അല്ലെ, എത്ര രൂപയോളം ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അത്രത്തോളമായിരിക്കും അവന്റെ ബാധ്യത. അതായത് ഇപ്പൊ ഞാൻ ഒരു സംഘത്തിൽ പോയി 2000 രൂപയുടെ ഷെയർ ആണ് പർച്ചേസ് ചെയ്തത്. എന്റെ ഒരു സുഹൃത്ത് 5000 രൂപയുടെ ഷെയർ പർച്ചേസ് ചെയ്തു. നാളെ ഈ സംഘത്തിന്റെ സമാപ്തീകരണം, സംഘം വൈൻഡപ്പ് ആയി അല്ലെങ്കിൽ സംഘം പിരിച്ചു വിടുകയോ ചെയ്യുമ്പോൾ സംഘത്തിന്റെ ബാധ്യത കൊടുത്തു തീർക്കാൻ വേണ്ടി നമ്മളോട് പറയും. അപ്പം സംഘത്തിന്റെ ബാധ്യതയൊക്കെ നമ്മൾ കൊടുത്തു തീർക്കണം. അപ്പം ചില സംഘത്തിന് ഫണ്ട് കാണത്തില്ല. ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബാധ്യത എത്രത്തോളം ആയിരിക്കും, അതായത് നമ്മൾ വേറെ പൈസ ഒന്നും സംഘത്തിന് കൊടുക്കണം. നമ്മൾ എത്രത്തോളം ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം ആയിരിക്കും നമ്മുടെ ബാധ്യത. അല്ലാതെ നാളെ സംഘം സമാപ്തീകരണം ചെയ്യുമ്പം സംഘത്തിന്റെ ബാധ്യത കൊടുത്തു തീർക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റുകൾ വിൽക്കണ്ട, അല്ലാതെ വേറെ അഡീഷണൽ പൈസ കൊടുക്കണ്ട. ഞാൻ എത്രത്തോളം ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം ആയിരിക്കും എന്റെ ബാധ്യത. അതിനെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി എന്ന് പറയുക. ക്ലിയർ ആയോ? ഞാൻ എത്രത്തോളം ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം ആയിരിക്കും എന്റെ ബാധ്യത. ഇനി അൺലിമിറ്റഡ് ലയബിലിറ്റി സംഘം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ 2000 രൂപ ഷെയർ എടുത്തു. നാളെ സംഘം സമാപ്തീകരണം ചെയ്യുന്ന സമയത്ത് സംഘത്തിന്റെ ബാധ്യത കൊടുത്ത് തീർക്കണം. ചിലപ്പോൾ ഞാൻ ഈ 2000 അല്ല, ചിലപ്പോൾ എന്റെ വീട്ടിലെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റുകൾ പോലും ചിലപ്പോൾ വിറ്റ് സംഘത്തിന്റെ ബാധ്യത തീർക്കാൻ പൈസ കൊടുക്കേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി. ഇവരോട് പറയുകയാണ്, നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങൾ മാത്രമേ ഈ ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിപ്ത ബാധിത സംഘങ്ങൾ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്, എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ക്ലിപ്ത ബാധിത സംഘങ്ങൾ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ സംശയമൊന്നും വേണ്ട, നമുക്ക് ആകെപ്പാടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ക്ലിപ്തബാധിത സംഘമായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ എത്രത്തോളം ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത്രത്തോളം ആയിരിക്കും നമ്മുടെ ബാധ്യത. ക്ലിയർ അല്ലേ? ഇനി ഇവരിവിടെ ഒരു വ്യവസ്ഥ പറയുക, പ്രൊവൈഡഡ് ദാറ്റ് അല്ലെ, പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും ദിസ് സബ്സെക്ഷൻ വിൽ നോട്ട് അഫക്ട് ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഓഫ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി which are in existence at the time of commencement of this act. അതായത് നമ്മുടെ ഈ ആക്ട് വന്നത് എന്താണ്? 15/5/1969 അല്ലേ? 15/5/1969 നമ്മുടെ ഈ ആക്ട് വന്നത്. ഇവര് പറയുകയാണ് ഈ നിയമം വരുമ്പോൾ, അതായത് ഈ നിയമം നിലവിൽ വരുന്ന സമയത്ത്, ഓർത്ത് വെച്ചേക്കുക, ഈ നിയമം വരുമ്പോൾ അന്ന് നിലവിൽ അൺലിമിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ തുടരാം. അതായത് ഈ ആക്ട് നിലവിൽ വരുന്ന സമയത്ത് 15/5/1969 ഈ സഹകരണ നിയമം എനാക്ട് ചെയ്യുന്ന സമയത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് കേട്ടോ, അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ ഈ ആക്ട് വന്നതിന് ശേഷവും വേണമെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി തുടരാം. എന്നാൽ ഈ ആക്ട് വന്നതിന് ശേഷം ഇനി പുതിയതായിട്ടൊരു സംഘം വരികയാണെങ്കിൽ അത് ലിമിറ്റഡ് ലയബിലിറ്റി സംഘമാണെന്ന് ഓർത്ത് വെച്ചേക്കട്ടോ, അത് ലിമിറ്റഡ് ലയബിലിറ്റി സംഘമാണ്. ഓക്കെ, അതായത് ഈ ആക്ട് വന്നതിന് ശേഷം, ഈ ആക്ട് വരുമ്പോൾ ഇപ്പൊ നമുക്ക് നോക്കാം, ഈ 15/5/1969 വരുമ്പോൾ ഇപ്പൊ ഒരു ABC സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി നിലനിൽപ്പുണ്ടായിരുന്നു അല്ലെ. ഇവര് 1965 വന്ന സംഘം എന്ന് വെച്ചു, ഈ ABC സൊസൈറ്റി. 1969 നമ്മുടെ നിയമം വരുന്നത്. ഇവര് അൺലിമിറ്റഡ് ലയബിലിറ്റിയിലാണ് 1965 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ആക്ട് വരുന്നത് എന്താണ്? 1969. അപ്പൊ പറയുകയാണ് ഈ നിയമം വരുന്ന സമയത്ത് ഏതെങ്കിലും സംഘം അൺലിമിറ്റഡ് ലയബിലിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ നിയമം വന്നതിന് ശേഷവും അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ തുടരാം. പക്ഷേ ഈ 15/5/1969 ശേഷം പുതിയതായിട്ടൊരു സംഘം രൂപീകരിക്കുമ്പോൾ അത് മസ്റ്റ് ആയിട്ടും ലിമിറ്റഡ് ലയബിലിറ്റിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനിപ്പോ വാലിഡിറ്റി ഇല്ല, കാരണം ഇപ്പൊ കേരളത്തിലെ നിലവിലുള്ള എല്ലാ സംഘങ്ങളും ലിമിറ്റഡ് ലയബിലിറ്റി ആണ് കേട്ടോ. ഒരു 3 വർഷം മുമ്പ് ഒരു സംഘം, ആകപ്പാടെ ഒരു സംഘം മാത്രമേ ഉള്ളായിരുന്നു അൺലിമിറ്റഡ് ആയിട്ട്, നാട്ടകം കോട്ടയത്തുള്ളതാണ്. അവരും ഇപ്പൊ ലിമിറ്റഡ് ആയി കേട്ടോ. ഒരു 3 വർഷം മുമ്പ് അവർ ലിമിറ്റഡ് ആയി. ഓർത്ത് വെച്ചിരിക്കുക, ഇപ്പോൾ കേരളത്തിലെ എല്ലാ സംഘവും ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓർത്ത് വെച്ചേക്കുക, നമുക്ക് ഈ നിയമപ്രകാരം ഓൺലി ലിമിറ്റഡ് ലയബിലിറ്റി സംഘം മാത്രമേ രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ, അൺലിമിറ്റഡ് ലയബിലിറ്റി സംഘം രൂപീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ സബ്സെക്ഷൻ 2 ഒരു കാര്യം പറയുന്നുണ്ട്, ദ വേർഡ് ലിമിറ്റഡ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഇൻ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഷാൾ ബി ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ നെയിം ഓഫ് എ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പൊ നമ്മള് എവിടെ നോക്കിയാലും, ഇപ്പൊ ഏതൊരു സംഘത്തിന്റെ പേര് നോക്കിയാലും അവസാനം ലിമിറ്റഡ് എന്ന് കാണും അല്ലെ, ലിമിറ്റഡ് നമ്പർ എന്ന് പറഞ്ഞ് കാണും അല്ലെ. ഏതൊരു സംഘമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് ഏതൊരു സൊസൈറ്റിയുടെ പേര് നോക്കി അതിന്റെ അവസാനം ലിമിറ്റഡ് നമ്പർ എന്ന് കാണാം. അതാണ് അവരിവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുക? ഈ നിയമപ്രകാരം അല്ലെ, KCS ആക്ട് 1969 പ്രകാരം ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി, ദാറ്റ് മീൻസ് ക്ലിപ്ത ബാധ്യതയോടുകൂടി രജിസ്റ്റർ ചെയ്യുന്ന സഹകരണ സംഘത്തിന്റെ പേരിന്റെ അവസാനം അല്ലെ, ഒടുവിൽ എന്ത് വേണം? ലിമിറ്റഡ് എന്ന വാക്കോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള, ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജിൽ അതിന് തത്തുല്യമായിട്ടുള്ള വാക്കോ ഉണ്ടായിരിക്കണം എന്നോർത്ത് വെച്ചിരിക്കുക. അത് നമുക്കല്ലാതെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സംഘത്തിന്റെ പേരിന്റെ അവസാനം ലിമിറ്റഡ് അല്ലെ, ലിമിറ്റഡ് എന്ന് കാണും. അത് സെക്ഷൻ 5 സബ്സെക്ഷൻ 2 പ്രകാരമാണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ എല്ലാ സംഘത്തിന്റെയും പേരിന്റെ അവസാനം ലിമിറ്റഡ് കാണും. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള സംഘത്തിന്റെ പേരൊക്കെ നോക്കിയേ. ഇപ്പൊ ഓർത്ത് വെച്ചേക്കാം, നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ സംഘം രൂപീകരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സംഘത്തിന്റെ പേരിന്റെ അവസാനം ലിമിറ്റഡ് എന്ന് എന്താ പറയുക? വേണം. ദ വേർഡ് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജിൽ അതിന് തത്തുല്യമായിട്ടുള്ള പദമോ വേണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം എന്ത് ചെയ്യുകയാണ് മക്കളെ? ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി അല്ലെ. രജിസ്ട്രാറിന് മുൻപാകെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കേണ്ടത്. നമ്മുടെ സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ ഉന്നമനമായിരിക്കണം, സഹകരണ തത്വങ്ങൾ നമ്മൾ പാലിക്കണം. പിന്നെ പറയുന്നുണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി, ക്ലിപ്ത ബാധ്യതയിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പേരിന്റെ അവസാനം, സംഘത്തിന്റെ പേരിന്റെ അവസാനം ലിമിറ്റഡ് എന്നുള്ള പദം വേണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ 6 ആണ്, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ ഇനി സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ പോവുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. സംഘം രജിസ്റ്റർ ചെയ്യാൻ നമ്മളെല്ലാവരും കൂടെ അപേക്ഷ കൊടുക്കുന്നു.
നോക്കിയാലോ, നോക്കാം. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ 6 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ പോവുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് മക്കളെ, നോക്കിയേ, an application for the registration of a cooperative society shall be made to the registrar. അപ്പൊ അപേക്ഷ സമർപ്പിക്കേണ്ടത് രജിസ്ട്രാറിനാണ്. എങ്ങനെ? in such form as may be prescribed and the applicant shall furnish to him such information about the society as he may require. നിർണയിക്കപ്പെട്ട രീതിയിൽ. ഇപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം റൂളിലാണ് ഇതിന്റെ മറ്റു കാര്യങ്ങൾ പറയാം. റൂൾ 3 പറയുന്നുണ്ട് നിർണ്ണയിക്കപ്പെട്ട, കാരണം ഫോം നമ്പർ 1 അതുപോലെ തന്നെ ഫീസുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് റൂളിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ നിർണയിക്കപ്പെട്ടിട്ടുള്ള ഫോം എന്താണ് പറയുക, ഫോറത്തിൽ കേട്ടോ. ആ ഫോം നമ്പർ 1 നമ്മൾ കൊടുക്കുക. നിർണയിക്കപ്പെട്ടിട്ടുള്ള ഫോറത്തില് രജിസ്ട്രാറിന്റെ അടുക്കൽ ബോധിപ്പിക്കേണ്ടതും, പിന്നെ പറയാണ് സംഘത്തെ പറ്റി രജിസ്ട്രാർ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതും നമ്മൾ നൽകണം കേട്ടോ. എന്തെങ്കിലും വിവരങ്ങൾ രജിസ്ട്രാർ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ നൽകണം. ഇനിയും പറയുന്നുണ്ട്, എവറി സച്ച് ആപ്ലിക്കേഷൻ ഷാൾ കൺഫേം ടു ദ ഫോളോയിങ് റിക്വയർമെന്റ്. എല്ലാ അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്തണമെന്നാണ് പറയുക കേട്ടോ. പറയുക ഏതൊരു അപേക്ഷയുടെ കാര്യത്തിൽ താഴെ പറയുന്നവ അനുസരിച്ചിരിക്കണം. ഒന്നാമത് പറയുകയാണ്, ദ ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കംപനീഡ് ബൈ 3 കോപ്പീസ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബൈലോ. നിർദ്ദിഷ്ട ബൈലോ അല്ലെങ്കിൽ നിയമാവലി. നാളെ നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് ബൈലോ പ്രകാരമാണോ പ്രവർത്തിക്കുന്നത് അല്ലെ, നമുക്കൊരു ബൈലോ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി, ഓർക്കുക, പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി നമ്മൾ സമർപ്പിക്കണം കേട്ടോ. സംഘത്തിന്റെ നിർദ്ദിഷ്ട ബൈലോയുടെ 3 കോപ്പി നമ്മൾ അപേക്ഷയോടൊപ്പം നൽകിയിരിക്കണം. പിന്നെ പറയുകയാണ്, നോക്കിയേ, പിന്നെ എന്താണ് പറയുക, where all the applicants are individual. എല്ലാ അപേക്ഷകരും ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ the number of applicants shall not be less than 25 എന്നാ പറയുക അല്ലെ. അതായത് 25 കുറയാൻ പാടില്ല. അപേക്ഷകരുടെ എണ്ണം 25 കുറയാൻ പാടില്ല. അങ്ങനെ എല്ലാവരും വ്യത്യസ്ത ഫാമിലിയിൽ നിന്നായിരിക്കണം. അല്ലാതെ ഒരു നമ്പർ മിനിമം 25 പേരെങ്കിലും വേണം. ഇത് വ്യത്യസ്ത ഫാമിലിയിൽ നിന്ന് വേണം. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, മകൻ, മകള് 4 പേര് അല്ലെ, അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ അങ്ങനെ പറ്റത്തില്ല. അതായത് വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള 25 പേര് വേണം എന്ന് ഓർത്ത് വെച്ചേക്കോട്ടെ. വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള 25 പേര് വേണം. അത് പിന്നെ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കുക, വേറെ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്. അപേക്ഷകരെല്ലാം ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള 25 കുറയാത്ത ആൾക്കാരുണ്ട്. നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള 25 പേരെങ്കിലും വേണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. ഇനി പറയുന്നുണ്ട്, ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ എവരി വൺ ഓഫ് ദ ആപ്ലിക്കന്റ്. എല്ലാ അപേക്ഷകരും അപേക്ഷയിൽ എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്യണം. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ എവരി വൺ ഓഫ് ദ ആപ്ലിക്കന്റ് ഹു ഈസ് ആൻ ഇൻഡിവിജ്വൽ സ്പെസിഫൈഡ് അണ്ടർ ക്ലോസ് എ ഓഫ് സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 16. സബ്സെക്ഷൻ 1 സെക്ഷൻ 16 സബ്സെക്ഷൻ 1 ക്ലോസ് എ പ്രകാരം പറയുന്നുണ്ട് അല്ലെ. അവിടെ ഇൻഡിവിജ്വൽ എന്ന് പ്രതിപാദിക്കുന്ന എല്ലാവരും അപേക്ഷയിൽ ഒപ്പുവെച്ചിരിക്കണം. ഇനി പറയണം, ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ അതർ ബോഡി ഓഫ് കോർപ്പറേഷൻസോ അല്ലെ അതർ ബോഡി ഓഫ് പേഴ്സൺസ് ഒക്കെ അപേക്ഷകരാകുകയാണെങ്കിൽ അവരുടെ പ്രതിനിധികളും ഒപ്പുവെച്ചിരിക്കണം കേട്ടോ. അവരുടെ പ്രതിനിധികളും അതിൽ ഒപ്പുവെച്ചിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.